വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനിയും PSC ആവർത്തിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇന്ന് നമുക്ക് പരീക്ഷകളിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ എന്താണ്? കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അത് ശരിയാണോ? കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണല്ലേ. കുളച്ചിൽ യുദ്ധത്തിൽ ആരാണ്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. എന്നായിരുന്നു കുളച്ചിൽ യുദ്ധം നടന്നത്? 1741 നടക്കുന്നത് കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ശരിയാണല്ലേ. ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 1 ആറ്റിങ്ങൽ കലാപം നടന്നത്. അഞ്ചുതെങ്ങ് കലാപം എന്തായിരുന്നു? 1697 അല്ലേ. അതാണ് ആദ്യത്തെ കലാപം എന്ന് പറയുന്നത്. സംഘടിത കലാപം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ ഇത് രണ്ടും ശരിയാണെന്ന് മനസ്സിലായില്ലേ നമുക്ക്. ഇനി 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത്. ആര് തമ്മിലാണ്? മലബാറും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഉടമ്പടിയായിരുന്നു അല്ലേ ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത്. 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈസ്റ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്തുട്ടാ? ഈസ്റ്റ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ്? കോൺവാലിസും ടിപ്പു സുൽത്താനും തമ്മിലുള്ളൊരു സന്ധിയായിരുന്നു അതെന്ന് പറയുന്നത്. ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കോൺവാലിസ് പ്രഭുവും അതുപോലെ തന്നെ ടിപ്പു സുൽത്താനും തമ്മിലുള്ള ഉടമ്പടിയായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്നാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? 1792 മാർച്ച് 18 അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ആയിരുന്നു ആര്? കോൺവാലിസും ടിപ്പു സുൽത്താനും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ വരുന്നത്? 3 ശരിയാണല്ലേ. ബി എന്ന് പറയുന്നതാണ് ആൻസർ. 1 ബി 1 2 3 ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ശരിയായത് തിരഞ്ഞെടുക്കുക. ആദ്യം എന്താണ്? വൈക്കം സത്യാഗ്രഹം നടന്നത് 1928 അല്ല അല്ലേ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടന്നത്. 1924 മാർച്ച് 30 അല്ലേ. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതോ? 1931-32 കാലയളവിലാണ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നമ്മൾ തെറ്റി. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 എന്തായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്? ക്ഷേത്രങ്ങളിലേക്കും പ്രവേശിക്കുവാനുള്ള ഒരു ഇതായിരുന്നു അല്ലേ. അവകാശം വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. ആധുനിക തിരുവിതാംകൂറിനെ മാഗ്നാ കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്നതാണ് കേട്ടോ. ആധുനിക തിരുവിതാംകൂറിനെ മാഗ്നാ കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഗാന്ധിജിയെ എന്താണ് വിശേഷിപ്പിച്ചത്? ആധുനിക ചരിത്രകാലത്തെ മഹാത്ഭുതം എന്നൊക്കെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഗാന്ധിജിയായിരുന്നു അല്ലേ. അതുപോലെ തന്നെ സി രാജഗോപാലാചാര്യ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ. രക്തരഹിതവും അഹിംസാത്മകവുമായ ഒരു വിപ്ലവമാണ് എന്തെന്ന് പറയുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 ഓക്കെയാണല്ലോ. ഇനി മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 ശരിയാണല്ലേ. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 നടന്നത്. പിന്നെ 17, 18, 19, 20 5 വർഷം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സമ്മേളനത്തിൽ ആരായിരുന്നു? ആനി ബസൻ്റ് ആയിരുന്നു അല്ലേ. ആനി ബസൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പാലക്കാടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആനി ബസൻ്റ് ആയിരുന്നു. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഇനി ഈ മലബാർ ജില്ലയുടെ ആദ്യത്തെ സമ്മേളനമാണ് ചോദിക്കാറുള്ളത്. പിന്നെ ലാസ്റ്റ് സമ്മേളനം എന്ന് പറയുന്നത് മഞ്ചേരിയിലായിരുന്നു നടന്നത്. മഞ്ചേരി സമ്മേളനം എന്ന് പറയും. അപ്പോൾ അത് ലാസ്റ്റ് സമ്മേളനമായിരുന്നു. നെക്സ്റ്റ്, ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ആര്യ സമാജം ആരാണ്?
ആര്യ സമാജം എന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലേ. ആര്യ സമാജം എന്ന് പറയുന്ന ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ആദ്യത്തെ തെറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു ആണ്, ശരിയാണ്. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, അതും ശരിയാണ്. രാമകൃഷ്ണ മിഷൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ അല്ലേ. രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? 2, 3, 4 ആണല്ലേ വരുന്നത്. 3ന് ആൻസർ ബി. 2, 3, 4 ശരിയാണ്. ഓക്കെ ആണല്ലോ. 4. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചു. അതിലേതാണ്? അതിൽ പറയുന്ന ഉടമ്പടി ഏതാണ്? 1783 പാരീസ് ഉടമ്പടിയാണ്. 1783 പാരീസ് ഉടമ്പടിയാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട ശരിയായത്. 1783 പാരീസ് ഉടമ്പടിയാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? 1783 പാരീസ് ഉടമ്പടിയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്? ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ് G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തിട്ടുള്ളത്? യൂറോപ്പിൽ നിന്നാണ് G20 എന്ന് പറയുന്നത് ഏറ്റെടുത്തിട്ടുള്ളത്. യൂറോപ്പിൽ നിന്നാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 10 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. ഗ്രന്ഥശാല പ്രവർത്തകനായ PM പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗ്രന്ഥശാല പ്രവർത്തകൻ ആരായിരുന്നു? PM പണിക്കരാണ് അല്ലേ. വായനാ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് PM പണിക്കരുടെ ജന്മദിനം, ചരമദിനമാണ് ആചരിക്കുന്നത്. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഏതാണ്? എവിടെയാണ് PM പണിക്കർ ജനിച്ചത്? ആലപ്പുഴയിലാണോ? PM പണിക്കർ ജനിച്ചത് D ആലപ്പുഴയിലാണ് ജനിച്ചത്. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? ഹോക്കിയാണ്. ഹോക്കിക്കാണ് എന്ത് ലഭിച്ചത്? കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ തന്നിട്ടുള്ളത് ഹോക്കിയാണ്. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് എന്നാണ്? 1932 നടക്കുന്നത്. അത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉദ്യോഗ സംവരണമാണല്ലേ. ഉദ്യോഗ സംവരണമാണ്. അതുപോലെ തന്നെ ഉദ്യോഗ സംവരണമാണ് നിവർത്തന പ്രക്ഷോഭത്തിൽ പറയുന്നത്. കൂടുതലായിട്ടും പറയുന്നത് നിവർത്തന പ്രക്ഷോഭത്തിൽ ഉദ്യോഗ സംവരണമാണ്. അതുവഴിയാണല്ലേ PSC എന്ന് പറയുന്ന ആശയമൊക്കെ PSC ഒക്കെ രൂപീകരിക്കുന്നത് ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ്. അതുപോലെ തന്നെ സാമുദായിക സംവരണം, ഉദ്യോഗ സംവരണം എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ ഭരണഘടനാ പരിഷ്കരണ പ്രതിഷേധം എന്നൊക്കെ പറയുന്നുണ്ട്. ഭരണഘടനാ പരിഷ്കരണ പ്രതിഷേധം എന്നൊക്കെ പറയുന്നത് ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് തന്നെയാണ് കേട്ടോ. ഭരണഘടനാ പരിഷ്കരണ പ്രതിഷേധം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് C കേശവൻ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ചോദിക്കാറുണ്ട് കേട്ടോ. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? C കേശവനാണ് എന്ന് നടത്തിയത്. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. അപ്പോൾ നിവർത്തന പ്രക്ഷോഭം 1932 നടന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള ഇതൊക്കെയായിരുന്നു പറയാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പോയിന്റുകൾ ഇതൊക്കെയാണ്. ഉദ്യോഗ സംവരണം, അതുപോലെ തന്നെ സാമുദായിക സംവരണം PSC നടപ്പിലാക്കിയത് ഇതുവഴിയാണ്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഭരണഘടനാ പരിഷ്കരണ സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ. നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് ഉദ്യോഗ സംവരണത്തിനെതിരെയാണ് മെയിനായിട്ടുള്ള പോയിന്റ്. അതുപോലെ തന്നെ സാമുദായിക സംവരണം, അതുപോലെ തന്നെ PSC രൂപീകരിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നത് എന്താണ്? നിവർത്തന പ്രക്ഷോഭമാണ്. ഇനി ഈസ്റ്റിങ്ങിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്? ഈസ്റ്റിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഈസ്റ്റിങ്സ് എന്താണ്? വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ്. അതുപോലെ തന്നെ അത് ധരാതീയ ഭൂപടത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഈസ്റ്റിങ്സ് എന്ന് വെച്ചാൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ്. അതുപോലെ തന്നെ ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്ന രേഖ കൂടിയാണെന്ന് പറയുന്നത് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1, 3 ശരിയാണ്. 1, 3 ശരി എന്ന് പറയുന്നത്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത്
ചിനൂക്കാണ്. ചിനൂക്കാണ് എന്നറിയപ്പെടുന്നത് മഞ്ഞുതീനി എന്നൊക്കെ അറിയപ്പെടുന്നത്. ലൂ ആണല്ലേ വരണ്ട കാറ്റ്, ഉത്തരേന്ത്യയിൽ വീശുന്ന അതിശക്തമായ വരണ്ട കാറ്റ് എന്ന് പറയുന്നത് ലൂ ആണ്. അതുപോലെ തന്നെ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രാദേശികവാദമാണ് ഹെർമാറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ചിനൂക്കാണ്. ഓക്കെ. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല ഏതാണ്? ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ്? മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല കേട്ടോ. മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയാണ് ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല. നിർവാത മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയാണ്. മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? 6:30 AM കേട്ടോ. 6:30 AM ആയിരിക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ. ഗ്രീനിച്ചിലെ സമയം എന്ന് പറയുന്നത് 6:30 AM ആയിരിക്കും. അപ്പോൾ നമുക്കറിയാമല്ലേ ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സമയം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5.5 മണിക്കൂറാണ്. 5.5 അവറാണ് അല്ലേ. 5.5 അവറാണ് ഗ്രീനിച്ച് സമയം. അതുപോലെ തന്നെ ഇന്ത്യൻ സമയം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 12 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സമയം 12 മണി എന്ന് പറയുമ്പോൾ ഗ്രീനിച്ച് സമയം അതിന് മുമ്പായിരിക്കും അല്ലേ വരുന്നത്. മൈനസ് 12 മണിയിൽ നിന്നും 5.5 മണിക്കൂർ കുറയ്ക്കാം. ഇനി 14 മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിട്ടുകൾ? മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഇതിൽ താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ഇതിൽ കൽപ്പന എന്നർത്ഥം വരുന്നത് ഏതാണ്? കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് എന്ന് പറയുന്നത് മാൻഡമസ് ആണ് അല്ലേ. മാൻഡമസ് ആണ് കൽപ്പന എന്നർത്ഥം വരുന്നത്. ഹേബിയസ് കോർപ്പസ് എന്തായിരുന്നു? അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്നയാളെ വിട്ടുകിടുന്നതിനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ എന്താണ്? തടയുക എന്നർത്ഥം വരുന്നതാണ് പ്രൊഹിബിഷൻ. അതുപോലെ തന്നെ കോ വാറൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? എന്തധികാരം അല്ലേ. എന്തധികാരമാണ്? ഒരാൾ അർഹിക്കാത്തൊരു ഉദ്യോഗസ്ഥൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളോട് ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തധികാരമാണ് ഇവിടെ ഉള്ളതെന്ന്. അതുപോലത്തെ അതാണ് കോ വാറൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്? മാൻഡമസ് ആണ് എന്ന് പറയുന്നത് കൽപ്പന എന്നർത്ഥം വരുന്നത്. ഈ മാൻഡമസ് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. കാരണം കഴിഞ്ഞ എക്സാമുകളിലൊക്കെ മാൻഡമസിനെ കുറിച്ചിട്ടാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടിൽ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്ന് അറിയാം. ഹരിത വിപ്ലവത്തെക്കുറിച്ചിട്ട് നന്നായിട്ട് ചോദിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി SCERT ക്ലാസ്സിൽ ഹരിത വിപ്ലവത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ പോയി കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാണ്ടോ. ഹരിത വിപ്ലവത്തെക്കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഹരിത വിപ്ലവം 3 ടോപ്പിക്സാണ് ആ ഒരു ചാപ്റ്റേഴ്സിൽ പ്രധാനമായിട്ടും വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ശരിയാണല്ലേ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള എന്ത് കുറഞ്ഞു? ആശ്രയത്വം കുറഞ്ഞു അല്ലേ. കാരണം എന്താണ്? നമ്മൾ നന്നായിട്ട് കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറയാണ് ചെയ്തത്. അത് ശരിയാണ്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായിട്ട് എന്തായിരുന്നു? ഗോതമ്പ് അരി അല്ലേ. ഗോതമ്പ് അരി എന്ന ഭക്ഷ്യധാന്യങ്ങൾക്കായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഗോതമ്പിൻ്റെ പേരെന്തായിരുന്നു? കല്യാൺ സോണാലിക സർബതി സോണയായിരുന്നു കേട്ടോ. സർബതി സോണയെന്നായിരുന്നു ഗോതമ്പ് ഇനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായിട്ടും ഗോതമ്പ് അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഹരിത വിപ്ലവത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായിട്ടും ഗോതമ്പ് അരി ഭക്ഷ്യധാന്യങ്ങൾക്കായിരുന്നു ഊന്നൽ നൽകിയിരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നാണ്യവിളകൾ ഏതൊക്കെയാണെന്ന് അടിച്ചു വയ്ക്കുക അല്ലേ. ഏതൊക്കെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്? കാപ്പി,
ചോളം, കരിമ്പ് എന്നിവയൊക്കെ എന്താണ്? നാണ്യവിളകളാണ് അല്ലേ? വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് നാണ്യവിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യവിളകൾ ഏതൊക്കെയായിരുന്നു? നെല്ല്, ഗോതമ്പൊക്കെ എന്താ വരുന്നത്? ഭക്ഷ്യവിളകളിൽ വരുന്നതാണ് അല്ലേ? പിന്നെ എന്തൊക്കെയാണ്? അപ്പോൾ ഭക്ഷ്യവിള, നാണ്യവിള, അങ്ങനെ നമ്മൾ കുറച്ച് വിളകളുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി SCERT ചെയ്തിട്ടുണ്ട് കേട്ടോ. SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതിലും വിളകൾ കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ പോയി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാപ്പി, തേയില അവർക്കൊക്കെ വേണ്ട ആവശ്യമായിട്ടുള്ള, കരിമീനൊക്കെ ആവശ്യമായിട്ടുള്ള ചൂടും അതുപോലെ തന്നെ തണുപ്പൊക്കെ എത്രയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇത് ഓൾറെഡി PSCയിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു എക്സാമുകൾ വരെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത്? നമുക്ക് അറിയാം, നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്നറിയാം അല്ലേ? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്നും അറിയാം. അതുപോലെ തന്നെ അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കണതെന്ന് അറിയാം. എന്നാൽ എപ്പോൾ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് ഇതിൽ വരാത്തത്. അപ്പോൾ എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി എന്നാണ് എന്ത് വരുന്നത്? ആൻസർ വരുന്നത് കേട്ടോ. എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി എന്നാണ് എന്ത് പറയുന്നത്? നമ്മളുടെ ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പറയുന്നത് എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി എന്നാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സാമ്പത്തിക പ്രശ്നമെന്ന് പറയുന്നത്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കൂട്ടാണ് എന്ത് പറയുന്നത്? ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചിട്ടും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ടെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായിട്ട് നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ഇത് SCERT ആണ് അല്ലേ? ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായിട്ട് നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറി വേണം ജനങ്ങൾക്ക് പോഷണം ലഭിക്കണം എന്നാണ് പറയുന്നത്? 19. ആൻസർ ഏതാണ് വരുന്നത്? 2100 കലോറിയാണ് കേട്ടോ. നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് പ്രതിദിനം എത്ര കലോറി ലഭിക്കണം? 2100 കലോറിയാണ് ലഭിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി കേട്ടോ. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യമാണ് സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക. അതുപോലെ തന്നെ നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. അപ്പോൾ എന്തൊക്കെയാണ്? സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നിവയ്ക്കാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് അല്ലേ? പസോമജറി എന്ന് നമ്മൾ എപ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? പസോമജറി. എന്ന് വെച്ചാൽ പരമാധികാര, എന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നാണ് പസോമജറിയെ കുറിച്ചിട്ട് പറയുന്നത്. അതായത് പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്കാണ് പസോമജറി എന്ന് പറയുന്ന ഒരു ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ആമുഖം എന്ന് പറയുന്നത് എന്താണ്? പസോമജറിയാണ്, അല്ലെങ്കിൽ പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്കാണ്. അപ്പോൾ ഏതായിരുന്നു ആൻസർ വരുന്നത്? A ആണല്ലേ? എല്ലാതും വരുന്നുണ്ട്. 21 എന്ന് പറയുന്നതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓൺലി 3 അല്ലേ? ഓൺലി 3. B ആണ് ആൻസർ വരുന്നത്. 22, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്?
മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക എന്ന് പറയുന്ന അത് നമ്മൾ മൗലിക കർത്തവ്യങ്ങളിൽ പറയുന്നില്ല. അതുപോലെ തന്നെ ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണെന്ന് ഏതിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 21 പറഞ്ഞത് മൗലിക അവകാശങ്ങളിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും മൗലിക കർത്തവ്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുപോലെ തന്നെ വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ് എന്ന് പറയുന്നത് അതും മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നതല്ല കേട്ടോ. വോട്ട് ചെയ്യുന്നത് ഒരു പൗരൻ്റെ കടമയാണെന്ന് പറയുന്നത് വരുന്നത് എന്താണ്? മൗലിക കർത്തവ്യങ്ങളിലല്ല. അപ്പോൾ എന്താണ് വരുന്നത്? ആൻസർ ഫുള്ളിലെ ഓൾ ഓഫ് ദി അബോവ് 3 തെറ്റാണ് എന്നാണ് ആൻസർ വരുന്നത്. 23 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ശരിയാണല്ലേ? 8 കമ്മിറ്റികളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാന കമ്മിറ്റിയായിരുന്നു. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ചെയർമാൻ അല്ലേ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ 23 ആൻസർ വരുന്നത് ഏതാണ്? 1 ഉം 2 ആണല്ലേ? വരുന്നത് 1 ഉം 2 ഉം C ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരിയാണോ? അത് ശരിയാണല്ലേ? രാജേന്ദ്ര പ്രസാദിനെയായിരുന്നു സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയായിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ശരിയാണ്, അംബേദ്കർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ തന്നെ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. അപ്പോൾ ഇത് ഫുൾ ആൻസർ ശരിയാണല്ലേ? 24D ആണ്. എല്ലാം ശരിയാണ്. 25 കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചേർക്കുന്നതിൽ ശരിയായത് ഏത്? ഏതാണ്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം. അതുപോലെ തന്നെ ശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? കാനഡയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നായിരുന്നു കടമെടുത്തിട്ടുണ്ടായിരുന്നത്? റഷ്യയിൽ നിന്നാണ് അല്ലേ? നിർദ്ദേശക തത്വങ്ങൾ, പഞ്ചവത്സര പദ്ധതിയൊക്കെ, മൗലിക കർത്തവ്യങ്ങൾ എന്നിവയൊക്കെ റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കാനഡയിൽ നിന്ന് എടുത്തിട്ടുള്ളത് അർദ്ധ ഫെഡറൽ സമ്പ്രദായം, അതുപോലെ തന്നെ ശിഷ്ടാധികാരങ്ങളും എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ആമുഖം എവിടെ നിന്നായിരുന്നു ആമുഖം എടുത്തിട്ടുണ്ടായിരുന്നത്? ആമുഖ മൗലിക അവകാശങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 23 പറയുന്നുണ്ട് അല്ലേ? ആർട്ടിക്കിൾ 23, 24 മൗലിക അവകാശം പറയുന്നത് എന്താണ്? ചൂഷണത്തിനെതിരായുള്ള അവകാശമാണ്. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എത്രയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് പറയുന്നത് ഏതിലായിരുന്നു? ആർട്ടിക്കിൾ ഏതിലായിരുന്നു? സംസ്കാരവും വിദ്യാഭ്യാസപരമായ അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത് ഏത് ആർട്ടിക്കിൾസിലായിരുന്നു? മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്നത് പറയുന്നത് ഏതായിരുന്നു? 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം പറയുന്നുണ്ട് അല്ലേ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 14, 18, 19 മുതൽ 22 വരെ ഏതാണ് പറയുന്നത്? മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എന്താ വരുന്നത്? അതിലെന്ത് വരുന്നുണ്ട്? വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താ? ആർട്ടിക്കിൾ 14, 18 പറഞ്ഞു, 19 മുതൽ 22 പറഞ്ഞു, 23, 24 ചൂഷണത്തിനെതിരായുള്ള അവകാശമാണ് വരുന്നത്. അതുപോലെ തന്നെ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതും 29, 30 ന്യൂനപക്ഷവും അതുപോലെ തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 29, 30 സാംസ്കാരികവും ഇല്ലാതെ നമ്മൾ പറഞ്ഞേ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം 29, 30. ഇനി 32 ഏതായിരുന്നു പറഞ്ഞത്? 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 വഴി ആരായിരുന്നു? സുപ്രീം കോടതിയാണ്. ആർട്ടിക്കിൾ 32 വഴി സുപ്രീം കോടതിയാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതിൽ വരാത്തത് ഇതൊക്കെയായിരുന്നു. ഏതാണ്? സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം വരുന്നില്ല അല്ലേ? അതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഏത് ഭേദഗതി പ്രകാരം? 1928 44 ഭേദഗതി പ്രകാരം സ്വത്തവകാശം എന്ന് പറയുന്നത് നിയമാവകാശമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? പാർട്ട് 12 300A അല്ലേ? പാർട്ട് 12 300
നിയമസഭയിലാണ് സ്വത്തവകാശ നിയമം മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഏതിൽ വരുന്നില്ല? മൗലിക അവകാശങ്ങളിൽ വരുന്നില്ല. ആർട്ടിക്കിൾ 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ടെന്ന് പറയുന്നത് തെറ്റാണല്ലേ? ഇന്ത്യക്ക് ഔദ്യോഗികമായ മതമില്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ശരിയാണ്. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കേരളീയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കില്ല അല്ലേ ഇത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുണ്ട് ശരി എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? 28ൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്? 1, 3 അല്ലേ വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കേരളീയം. അതുപോലെ തന്നെ സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറോസ് ആണ്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായത്? സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് ആണ്. അതുപോലെ സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? സുരക്ഷാ സമിതിയാണ്. അപ്പോൾ 29ന് ആൻസർ വരുന്നത് ഏതാണ്? സി ആണ്. എല്ലാം ശരിയാണ്. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? G20 ഉച്ചകോടി വീണ്ടും റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട് അല്ലേ? 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു കേട്ടോ. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. 2023 G20 ഉച്ചകോടി എന്ന് പറയുന്നത് 18ാമത്തെ ഉച്ചകോടിയാണ്. അതുപോലെ തന്നെ ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. അപ്പോൾ 1, 2 ആൻസർ അല്ലേ? സി ആണ് ആൻസർ വരുന്നത്. G20 18ാമത്തെ ഉച്ചകോടിയായിരുന്നു 2023 നടന്നത്. അതുപോലെ തന്നെ ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. നെക്സ്റ്റ്, കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന് പറയുന്നത് ഏത് വൈറ്റമിന് കുറവായിരിക്കും? വൈറ്റമിൻ എയുടെ കുറവായിരിക്കും അല്ലേ? 31ന് ആൻസർ ഏതാണ്? ഡി ആണ്. വൈറ്റമിൻ എ ആണ്. അപ്പോൾ വൈറ്റമിൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. SCERT ചാപ്റ്റേഴ്സിൽ എപ്പോഴും ചോദിക്കുന്നുണ്ട് അല്ലേ? വൈറ്റമിൻസ് ആ ഒരു ഭാഗത്ത് തന്നെയാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ നന്നായി വൃത്തിയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഞാൻ ഇപ്പോൾ അടുത്തുള്ള ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട് SCERT. അപ്പോൾ ക്ലാസ്സുകൾ കാണാതെ തുടങ്ങിയാൽ പോയി കാണാം കേട്ടോ. വൈറ്റമിൻസിനെ കുറിച്ചിട്ട് എന്തായാലും പഠിച്ചിട്ടേ പോകാനായിട്ട് പറ്റുള്ള ഏതൊരു എക്സാമിന് പോകുകയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ 31ാമത്തേന് ആൻസർ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? ഡി ആണ് അല്ലേ? വൈറ്റമിൻ എ ആണെന്ന് പറഞ്ഞു. വൈറ്റമിൻ സി എന്ന് വെച്ചാൽ എന്താണ്? വൈറ്റമിൻ സി എന്ന് വെച്ചാൽ വൈറ്റമിൻ ബിയും സി ആണ് ജലത്തിൽ ലയിക്കുന്നവ അല്ലേ? വൈറ്റമിൻ ബിയും സി ആണ് ജലത്തിൽ ലയിക്കുന്നവ. ബാക്കി കേട എന്ന് പറയില്ലേ? കൊഴുപ്പ് ലയിക്കുന്നവ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ കെ, വൈറ്റമിൻ എ, ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ എന്നിവയൊക്കെ എന്താണ്? കൊഴുപ്പ് ലയിക്കുന്നവയാണ്. അപ്പോൾ കേടാണ്. കൊഴുപ്പ് ലയിക്കുന്നത് എന്താണ്? കേടാണ്. അപ്പോൾ എന്താണ്? വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ ആണല്ലേ കേടാന്ന് പറയുന്നതാണ്. എന്തെന്ന് പറയുന്നത്? കൊഴുപ്പ് ലയിക്കുന്നവ. ഇനി ജലത്തിൽ ലയിക്കുന്നവ ഏതാണ്? വൈറ്റമിൻ ബിയും വൈറ്റമിൻ സി ആണ് ജലത്തിൽ ലയിക്കുന്നവ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സി എന്ന് വെച്ചാൽ എന്താണ്? വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് അല്ലേ? അതുപോലെ തന്നെ പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ കാണപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ സി ആണ്. പഴങ്ങളിലും പച്ചക്കറികളിലും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ സിനെ കുറിച്ച് എന്ത് പറയാം? വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് എന്താണ്? സ്കർവി ആണല്ലേ? വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് ഏതാണ്?
സ്കർവിയാണ്. അതുപോലെ തന്നെ മോണയിൽ പഴുപ്പും അതുപോലെ തന്നെ പല്ലും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും എന്ന് തന്നെയാണ് വൈറ്റമിൻ സി ആണ്. മോണയിലെ പഴുപ്പിന് കാരണമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്താണ് വൈറ്റമിൻ ബി എന്ന് വെച്ചാൽ ധാന്യങ്ങളുടെ തവിടിൽ കാണപ്പെടുന്നതാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. ധാന്യങ്ങളുടെ തവിടിലാണ് കാണപ്പെടുന്നത്. അതിന് കൂടുതലായിട്ട് വായ്പുണ്ണ് അതുപോലെ തന്നെ മോണയിൽ രക്തസ്രാവം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ വരുന്നത് വൈറ്റമിൻ ബി ആണ് വരുന്നത്. ഇനി വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കിട്ടുന്നതാണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കിട്ടുന്നതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണമൊക്കെ നടക്കുന്നതാണ് വൈറ്റമിൻ ഡി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ വൈറ്റമിൻ ബി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബി കുറച്ച് ധാന്യങ്ങളുടെ തവിടിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ പാല്, മുട്ട, മത്സ്യങ്ങളിലൊക്കെ വൈറ്റമിൻ ബി ലഭിക്കുന്നുണ്ട്. വൈറ്റമിൻ ബി പിന്നെന്തൊക്കെയാണ് പറയുന്നത്, വൈറ്റമിൻ ബിയിൽ നാഡികളുടെ ഇതിനൊക്കെ സംരക്ഷിക്കുന്നതൊക്കെ വൈറ്റമിൻ ബി ആണ്. അതുപോലെ തന്നെ വായ്പുണ്ണൊക്കെ ഉണ്ടാവാൻ കാരണമൊക്കെ വൈറ്റമിൻ ബിയുടെ അപര്യാപ്ത രോഗങ്ങളാണ്. ഇനി വൈറ്റമിൻ സി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വൈറ്റമിൻ ബാക്കിയുള്ള ഇതൊക്കെ വൈറ്റമിൻ കെ എന്ന് വെച്ചാൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണല്ലേ. കാബേജ്, കോളിഫ്ലവറിലൊക്കെയാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ ഇ എന്ന് വെച്ചാൽ എന്താണ്, ആൻറ്റി സ്റ്റെറിലൈറ്റി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. അതുപോലെ തന്നെ വന്ധ്യതാ ചികിത്സയ്ക്ക് കാരണമാകുന്ന വൈറ്റമിൻ ഇ ആണല്ലേ. അതുപോലെ തന്നെ വൈറ്റമിൻ ഇനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലേ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. പിന്നെ ഈ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ക്യാരറ്റും അങ്ങനത്തെ എല്ലാ പയറിൽ അതിലൊക്കെ കാണപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. പിന്നെ വൈറ്റമിൻ എ നമ്മൾ പറഞ്ഞു അല്ലേ, ചീര, പയറില, മുരിങ്ങയില അങ്ങനെ ഇലകളിലും അല്ലെങ്കിൽ പച്ചക്കറികളിലൊക്കെ കാണപ്പെടുന്നതാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയ്ക്കൊക്കെ സംരക്ഷണത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻസിൻ്റെ ക്ലാസ് എങ്കിലും പോയിട്ട് കാണാം കേട്ടോ. നെക്സ്റ്റ്, പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏതാണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയല്ലേ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏതാണ്? 32 മലമ്പനിയാണ് അല്ലേ. മലമ്പനിയാണ്. അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം എന്ന് പറയുന്നത് മലമ്പനിയാണ്. അപ്പം കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അനോഫിലസ് എന്ന് പറയുന്നത് മലമ്പനി അല്ലെങ്കിൽ ആന എന്ന് പറയുന്നത് മല പോലെ വലുതാണെന്നൊക്കെ പഠിച്ചാലും മതി. അപ്പോൾ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴിയാണ് മലമ്പനി പകരുന്നത്. ക്യൂലെക്സ് പെൺകൊതുക് വഴി ഏതായിരുന്നു? മന്തായിരുന്നു അല്ലേ. ക്യൂലെക്സ് പെൺകൊതുക് വഴി പകരുന്നത്. ഇനി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ. ഇൻസുലിൻ എന്ന് പറയുന്നത് ഏതാണ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത്? പാൻക്രിയാസ് ആണല്ലേ. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റാ കോശങ്ങളാണ്. ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? പാൻക്രിയാസ് ആണ്. അതായത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ഇൻസുലിൻ ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ബീറ്റാ കോശങ്ങൾ. ഗ്ലൂക്കഗോൺ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആൽഫ കോശങ്ങളായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി തൈമസ് ഗ്രന്ഥി എന്ന് പറയുമ്പോഴോ, തൈമസ് ഗ്രന്ഥിയാണല്ലേ യുവത്വത്തിൽ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. പൈനീൽ ഗ്രന്ഥി എന്ന് വെച്ചാൽ എന്താണ്? ജീവഘടികാരം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? നമ്മളുടെ ദിനത്തിന് താളക്രമത്തിനൊക്കെ സഹായിക്കുന്നത് പൈനീൽ ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് വെച്ചാൽ എന്താണ്? തൈറോയ്ഡ് ഹോർമോൺ അല്ലേ. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് വെച്ചാൽ എന്താ? തൈറോയ്ഡ് ഹോർമോൺ ഉണ്ട്. കാൽസിറ്റോണിനൊക്കെ അറിയപ്പെടുന്നത് ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. നെക്സ്റ്റ്, ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുവാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് അല്ലേ. എം എസ് സ്വാമിനാഥനാണ് നിത്യഹരിത വിപ്ലവം അതുപോലെ തന്നെ ഹരിത വിപ്ലവം ഒക്കെ ആക്കിയിട്ടുള്ള ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ചന്ദ്രയാൻ 3 ആരായിരുന്നു? ഋതു കരുത അല്ലേ. ചന്ദ്രയാൻ 3 ചതുരത്തിലെ പിന്നിലെ റോക്കറ്റ് വനിത എന്ന് പറയുന്നത് ഋതു കരുതാലാണ്. പർവ്വതാരോഹകർക്ക് ആരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. അതായത് പർവ്വതം ഇങ്ങനെ മുകളിൽ കയറി ട്രക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും മുകളിൽ കയറുമ്പോൾ സംഭവിക്കാറുണ്ട്? മൂക്കിൽ നിന്നും രക്തം വരാറുണ്ട്. അത് എന്തായിരിക്കും കാരണം എന്ന് പറയുന്നത്? കാരണം എന്തായിരിക്കും?
അന്തരീക്ഷ മർദ്ദം കുറവാണ് അല്ലേ, അന്തരീക്ഷ മർദ്ദം കുറവാണ്. മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറവും. അതുപോലെ തന്നെ രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലുമാണ്. അതായത് നമുക്കറിയാലേ മർദ്ദം കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് എന്ത് സഞ്ചരിക്കും, മർദ്ദം ഇതാക്കുന്നത്. അപ്പം മർദ്ദം കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്കാണെന്ന് വ്യാപിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, രക്തക്കുഴലുകളിൽ മർദ്ദം കൂടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ രക്തക്കുഴലുകളിൽ രക്തത്തിന് എന്ത് പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ലേ. കാരണം മർദ്ദം കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് ഇതൊക്കെ പോകുന്നത്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മർദ്ദം കൂടുതൽ എവിടെയാണ്, രക്തക്കുഴലുകളിലാണെന്നുണ്ടെങ്കിൽ രക്തം പുറത്തേക്ക് വരാണല്ലേ ചെയ്യുന്നത് അന്തരീക്ഷ മർദ്ദം കുറയുമ്പോൾ. അപ്പോൾ അതാണ് പറയുന്നത്, അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, മൂക്കിൽ നിന്നും രക്തം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിശളവുകളുടെ ഉദാഹരണം താഴെ ചേർത്തവയിൽ നിന്നും കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 37ാമത്തേൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? സമയം എന്ന് പറയുന്നത് എന്താണ്, സമയം എന്ന് പറയുന്നത് അതിശളവാണ് അല്ലേ. പ്രവാഹം എന്ന് പറയുന്നത് എന്താണ്, സദിശളവാണ്. മർദ്ദം അതിശളവാണ്, വ്യാപ്തം അതിശളവാണ്, അതുപോലെ തന്നെ വേഗത എന്നൊക്കെ പറയുന്നത് അതിശളവുകളാണ്. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടില്ല, അപ്പം നമുക്കിത് നോക്കണ്ട. നെക്സ്റ്റ് നമുക്കറിയാം അസ്തിത്വ പ്രഭാവത എന്നൊക്കെ പഠിച്ചാൽ മതിയിട്ട്. സദിശളവുകൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് വരുന്നത്, അസ്തിത്വ പ്രഭാവത എന്ന് പറയുമ്പോൾ ആക്കം, അതുപോലെ തന്നെ സ്ഥാനാന്തരം, പ്രവേഗം, ബലം, ഭാരം, ത്വരണം എന്നിവയൊക്കെ എന്താണ്, സദിശളവുകളാണ്. അതായത് നമ്മൾ ദിശ ചേർത്ത് പറയുന്നവയാണ് അസ്തിത്വ പ്രഭാവത എന്ന് പറയുമ്പോൾ ആക്കം, സ്ഥാനാന്തരം, അതുപോലെ തന്നെ പ്രവേഗം, ബലം, ഭാരം, ത്വരണം എന്നിവയൊക്കെ. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ചിലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ക്ലോറോഫോം ആണ് കേട്ടോ, ക്ലോറോഫോം ആണ് എന്തിൽ സംയുക്തങ്ങളിൽ ജലത്തിൽ ഭാഗികമായിട്ട് ലയിക്കുന്നത്. ക്ലോറോഫോം ജലത്തിൽ ഫുള്ളായിട്ട് ലയിക്കില്ല, ഭാഗികമായിട്ട് ലയിക്കുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, BCSI NF എന്നീ മൂലകങ്ങളെ അവയുടെ അലോഹ സ്വഭാവത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതുക, അലോഹ സ്വഭാവത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത്, ഇതിലെ ആൻസർ ഒന്നും ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കട്ട് ചെയ്തു, നമുക്കിതിൻ്റെ ആവശ്യമില്ല. പിന്നെ വരുന്ന ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് നോബൽ പ്രൈസ് 3 പേർ പങ്കിട്ടെടുത്തപ്പോൾ അതിൽ 2 പേർ അലക്സി യെക്കിമോവ്, ലൂയിസ് ഇ ബ്രൂസ് എന്നിവരെങ്കിൽ മൂന്നാമത്തെ വ്യക്തി ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് നോബൽ സമ്മാനത്തിൽ 3 ആൾക്കാരാണ് ഇത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്, രസതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് നോബൽ പ്രൈസ് നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മൂന്നാമത്തെ ആളുടെ പേര് ചോദിക്കുകയാണ്, എന്ത് ചോദിച്ചു, അത് ഏത് രാജ്യക്കാരനായിരുന്നു എന്ന് ചോദിച്ചു അല്ലേ, ഏത് രാജ്യക്കാരനായെന്ന് ചോദിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ടാണോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, കറണ്ട് അഫേഴ്സിൽ ഇതിപ്പോൾ ആദ്യത്തെയാണ് ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ 2 കൊല്ലത്തിൽ നടന്നിട്ടുള്ളത് നന്നായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ വരുന്നത് മാത്സ് ആണ്. മാത്സ് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, മാത്സ് ഞാൻ അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും നോക്കാം കേട്ടോ. പിന്നെ നോക്കിയേ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നതിനാണ് എന്ന് പറയുന്നത് ഉൽപാദനം എന്ന് പറയുന്നത് അല്ലേ. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും, ദ്രാവകമാവാതെ നേരെ ഖരപദാർത്ഥങ്ങൾ നേരെ വാതക രൂപത്തിലേക്കായിട്ട് മാറും, അതിനെയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ചാലനം എന്ന് വെച്ചാൽ എന്താണ്, ഖരരൂപത്തിൽ നടക്കുന്നത് അല്ലേ. ഖരരൂപത്തിലുള്ള പദാർത്ഥ സംവഹനം നടക്കുന്നത് ചാലനം വഴിയാണ്. അതുപോലെ തന്നെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്നത് സംവഹനമാണ്. വികിരണം എന്ന് വെച്ചാൽ എന്താണ്, റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളൊക്കെ അല്ലേ, അതുപോലെ തന്നെ അതൊക്കെ നടക്കുന്നത് വികിരണ വഴിയാണ്. അപ്പോൾ ചാലനം ഖരപദാർത്ഥങ്ങളിലും സംവഹനം എന്താണ്, ദ്രാവക വാതക പദാർത്ഥങ്ങളിലാണ്. ഉൽപാദനം എന്ന് വെച്ചാൽ എന്താണ്, ഖരം നേരെ വാതകമാകുന്ന അവസ്ഥയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. പിന്നെ താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്, താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്, ഓക്സിജൻ ആണ് അല്ലേ. കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജനാണ്. ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകമാണ്, ഓക്സിജനാണ് സഹായിക്കുന്നത്. LPG മണത്തിലൂടെ തിരിച്ചറിയുവാൻ LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്, ഈഥിൽ മെർക്യാപ്റ്റൻ ആണ് കേട്ടോ. ഈഥിൽ മെർക്യാപ്റ്റൻ ആണ് LPGയിൽ ചേർക്കുന്ന രാസവസ്തു എന്ന് ചോദിച്ചാൽ ഈഥിൽ മെർക്യാപ്റ്റൻ ആണ്. പിന്നെ വരുന്നതൊന്നും നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടതല്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മാത്സ് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.